ഹായ് എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻ മലയാളി ബ്ലോഗ്സിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഘു. ഇന്ന് ചെയ്യുന്നത് നമുക്ക് മിക്ക ആൾക്കാർക്ക്, അതായത് പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർ ഉറപ്പായിട്ട് നോക്കുന്ന ഒരു സാധനമാണ് ക്യാമറ. അതായത് ഏത് ക്യാമറയാണ് മേടിക്കേണ്ടതെന്നുള്ള ഡൗട്ട് മിക്ക ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ രണ്ട് ക്യാമറകൾ, ഒന്ന് GoPro 8ഉം പിന്നെ വേറെ ഒന്ന് DJയുടെ ഓസ്മോ പോക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമറയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം GoPro എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അതായത് വീഡിയോ ക്വാളിറ്റി, സ്റ്റെബിലൈസേഷൻ ഇതൊന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം മിക്ക ആൾക്കാർക്കും അറിയാം GoPro എന്ന് പറയുന്ന അടിപൊളി ഒരു ക്യാമറ തന്നെയാണെന്ന്. അതേപോലെ തന്നെയാണ് DJയുടെ ഓസ്മോ പോക്കറ്റ് എന്ന് പറയുന്നത്. അതായത് വളരെ ചെറിയൊരു ക്യാമറയാണ്. ഇതിപ്പോൾ ഒരു കേസിലാണ് വന്നിരിക്കുന്നത്. ആ കേസ് മാറ്റിക്കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ ആ ക്യാമറ. വളരെ ചെറിയൊരു ക്യാമറയാണ്. അപ്പം ഈ ഒരു ഓസ്മോ പോക്കറ്റ് ഞാൻ മേടിക്കാനുള്ള കാരണം, എനിക്ക് ചില ഷോട്ടുകൾ എടുക്കുമ്പം ഗിംബൽ എൻ്റെ കയ്യിലില്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം ഗിംബലിന് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് മേടിച്ചത്. മേടിക്കുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ സാധാരണ ആൾക്കാർ നോക്കുന്ന പോലെ തന്നെ ഞാൻ വേറെ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയായിരുന്നു, റിവ്യൂ ഒക്കെ നോക്കി. അപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് മേടിച്ചത്. അപ്പോൾ ഇത് മേടിച്ചപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ് ഒന്നുകൂടി നോക്കുന്നത്. കാരണം വീഡിയോ ക്വാളിറ്റി ഞാൻ നോക്കിയപ്പോൾ അവർ പറയുന്ന രീതിയിലൊന്നും എനിക്ക് വീഡിയോ ക്വാളിറ്റി കിട്ടുന്നില്ല ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ. ഞാൻ ഇതിൻ്റെ അകത്ത് അവരുടെ അപ്ഡേഷൻ ഉണ്ട്. അതായത് മിക്ക ആൾക്കാരും പ്രോ എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ ഉണ്ട്. അതിൽ സെറ്റിങ്സ് മാറ്റിയൊക്കെ ഇട്ട് അവർ ഷൂട്ട് ചെയ്തൊക്കെ, ചില ആൾക്കാർ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന പോലെ ഞാൻ യൂട്യൂബിൽ സെറ്റിങ്സൊക്കെ മാറ്റിയിട്ട് നോക്കി, പല രീതിയിലും വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. പക്ഷേ വീഡിയോയ്ക്ക് GoProയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോ പോക്കറ്റിൻ്റെ വീഡിയോ ക്വാളിറ്റി കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ക്യാമറ എന്തെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു രണ്ട് ക്യാമറയും തമ്മിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് GoPro 8 മേടിക്കുന്നതായിരിക്കും നല്ലത്. GoPro 8ൽ നമുക്കെല്ലാവർക്കും അറിയാം വീഡിയോ സ്റ്റെബിലിറ്റി ഓൾറെഡി ഉണ്ടെന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഗിംബലും കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി GoPro തന്നെയായിരിക്കും നല്ലത്. ഈ ഒരു ഓസ്മോ പോക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഗിംബലൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. അതായത് സ്റ്റെബിലൈസേഷനൊക്കെ അടിപൊളി സ്റ്റെബിലൈസേഷനൊക്കെയാണ്, GoProയും കാട്ടി നല്ല സ്റ്റെബിലൈസേഷനാണ്. പക്ഷേ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അല്ലാതെ ഉപയോഗിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ നല്ലതാണ്. GoProയ്ക്ക് നമുക്ക് 4Kയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം സമയം 40-45 മിനിറ്റാണ്. ഈ ഓസ്മോ പോക്കറ്റിൽ നമുക്ക് 2 മണിക്കൂറുകളോളം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാറ്ററിയൊക്കെ നല്ല സംഭവങ്ങൾ തന്നെയാണ്. GoProയിലാണെന്നുണ്ടെങ്കിലും ഓസ്മോ പോക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് ക്യാമറയിലും നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല ഡയറക്റ്റായിട്ട്. ഇത് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും പ്രത്യേക അഡാപ്റ്റർ വേണം. ഇപ്പോൾ GoPro 8നാണെന്നുണ്ടെങ്കിൽ മീഡിയ മോഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഒരു അഡാപ്റ്ററുണ്ട്. അത് GoProയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് കിട്ടുന്നത്. GoProയുടെ തന്നെ പ്രൊഡക്റ്റാണ്. അത് നമ്മൾ മേടിക്കേണ്ടി വരും. അതിന് ഏകദേശം GoPro മേടിക്കുന്നതിൻ്റെ 4-1 വിലയാണ് അതിൻ്റെ വില. ആ ഒരു മീഡിയ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർ ഈ കാണുന്ന ഐ ബട്ടണിൽ നിൽക്കിയാൽ മതി. ഓസ്മോ പോക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ മൈക്ക് കുത്തണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം അവർ തന്നെ ഒരു അഡാപ്റ്ററുണ്ട്. അത് മേടിച്ചാൽ മാത്രമേ വർക്കാകത്തുള്ളൂ. അത് മേടിച്ച് കുത്തേണ്ടി വരും. അതിന് ഏകദേശം അമേരിക്കയിൽ $27 വില. അത് മേടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഓസ്മോ പോക്കറ്റിൽ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് GoPro തന്നെയാണ്. കാരണം സെറ്റിങ്സും വേഗം അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം ഏറ്റവും എളുപ്പവും കുറച്ചും കൂടെ വലിയ സ്ക്രീൻ GoPro തന്നെയാണ്. ഇതിൻ്റെ സ്ക്രീൻ ചെറുതാണ്. അതേപോലെ തന്നെ സെറ്റിങ്സൊക്കെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. അത് കണക്ക് തന്നെ സൂക്ഷിച്ച് നോക്കേണ്ടി വരും. GoPro നമ്മൾ ആദ്യം തന്നെ ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഓസ്മോ പോക്കറ്റ് നമ്മൾ ഇപ്പോൾ മേടിച്ച് കഴിയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സ്മാർട്ട് ഫോൺ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം.
ആ സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സി പോർട്ട് കുത്തുന്നതായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഐഫോൺ ആയിരിക്കണം. അതിൻ്റെ അഡാപ്റ്റർ മാത്രമേ ഇവിടെ കുത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അതൊരു ചെറിയൊരു പ്രശ്നമാണ്, കാരണം എല്ലാവർക്കും എല്ലാ ഫോണിലും സി പോർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ GoPro ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആക്ഷൻ വീഡിയോസിന്, അതായത് ഒരു ആക്ഷൻ ക്യാമറയായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഓസ്മോ പോക്കറ്റ് നമുക്ക് ആക്ഷൻ വീഡിയോസൊക്കെ എടുക്കാം, പക്ഷേ ആക്ഷൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇതൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ ചാൻസ് ഇല്ല ഈ ഒരു ഓസ്മോ പോക്കറ്റ്. പക്ഷേ GoProയ്ക്ക് ആ ഒരു പ്രശ്നമില്ല. ഇതൊക്കെയാണ് ഞാൻ ഈ രണ്ട് ക്യാമറകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയത്. ഇതിൽ ഞാൻ എന്തൊക്കെയായാലും ശരിയാണ് 4Kയിൽ ആണ് വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റികൾ എങ്ങനെയുണ്ടെന്ന് ഈ രണ്ട് ക്യാമറയുടെയും. അങ്ങനെ രണ്ട് ക്യാമറകളും ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്തതിന് ശേഷം എടുക്കുന്ന ഷോട്ടാണ് കാണുന്നത്. രണ്ടും 4K 30 ഫ്രെയിമിലാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പം ക്ലൗഡിയാണ്, അത് കാരണം കൊണ്ട് ഇത് സൺലൈറ്റ് ഇല്ല. GoProയിൽ നോക്കുമ്പം കുറച്ചും കൂടെ വൈഡ് ഷോട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഓസ്മോ പോക്കറ്റിൽ വൈഡ് ഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ലെൻസ് മേടിച്ച് വെക്കണം. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഓസ്മോ കുറച്ചും കൂടെ ബ്രൈറ്റാന്ന് തോന്നുന്നു, പക്ഷേ കളറ് കൂടുതൽ GoProയ്ക്കാണ്. ഓസ്മോയിൽ അതേപോലെ തന്നെ നമ്മളൊരു ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്തെന്നാൽ, ഞാൻ ആദ്യം മേടിച്ച ആ ദിവസം തന്നെയാണ് ഓസ്മോ ആയിട്ട് GoPro 8 കമ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്തത്. ആ സമയത്ത് എനിക്ക് ഓസ്മോ പോക്കറ്റ് എത്രയും നല്ല ഒരു കളർഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. പക്ഷേ അതിന് ശേഷം 2-3 ദിവസം ഞാനിത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം കൊള്ളാം. കാരണം കൊണ്ട് നടക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ എളുപ്പം തന്നെയാണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കളറ് പിടിക്കുന്നില്ലെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ആ മേടിച്ചത് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ബണ്ടിൽ മേടിച്ചു. അതിലെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. 4K 60 ഫ്രെയിമിലുള്ള വീഡിയോ തന്നെയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 4Kയിൽ എടുക്കുമ്പം ഓസ്മോ പോക്കറ്റ് കുറച്ച് ചൂടാകുന്നുണ്ട്. അല്ലാതെ വേറെ കംപ്ലൈൻ്റായിട്ട് എനിക്കൊന്നും ഇപ്പം പറയാൻ വേണ്ടിയില്ല. ഞാൻ ആ വീഡിയോയിൽ വേറെ കുറേ കംപ്ലൈൻ്റൊക്കെ പറഞ്ഞായിരുന്നു, അതൊക്കെ പക്ഷേ ഉള്ള കാര്യം തന്നെയായിരുന്നു. കളറിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നത്, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയറിൽ കുറച്ച് കളർ ബൂസ്റ്റപ്പ് കൊടുത്താൽ മതി. അന്നേരം നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു ബെൽ ബട്ടണും കൂടെ ഉണ്ട്, അതും കൂടെ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതാണ്. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.